ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പലപ്പോഴും ആവശ്യപ്പെടുന്ന രണ്ട് സൈനിങ്ങുകളാണ് ഉള്ളത്. ഒന്ന് ഒരു ഗോൾ കീപ്പറാണ്. അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന അഭിപ്രായം ആരാധകർക്കിടയിൽ സജീവമാണ്. കൂടാതെ ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ക്ലബ്ബ് എത്തിക്കണമായിരുന്നു എന്ന അഭിപ്രായവും സജീവമാണ്. ഏതായാലും ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പുതിയ ഗോൾ കീപ്പർമാരെ കൊണ്ടുവരുമോ? ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അതായത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള മാധ്യമ പ്രവർത്തകനാണ് അഷ് അലി. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയുമായി അഷ് അലി സംസാരിച്ചിട്ടുണ്ട്. ഈ സംസാരത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സ് പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവരില്ല എന്നാണ് അഷ് അലി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അതായത് നിലവിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്ക്വാഡിൽ ക്ലബിന് വലിയ ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഗോൾ കീപ്പർമാരെ കൊണ്ടുവരില്ല എന്നാണ് അഷ് അലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇനിയിപ്പോൾ ഗോൾ കീപ്പർമാരുടെ ഒരു സൈനിങ് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നിലവിൽ പ്രധാനമായും 3 ഗോൾ കീപ്പർമാരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. സച്ചിൻ സുരേഷ്, അതുപോലെ തന്നെ നോറ ഫെർണാണ്ടസ്, അർഷ് അൻവർ ഷെയ്ഖ് എന്നിവരാണ് 3 ഗോൾ കീപ്പർമാർ. എന്നാൽ ഈ 3 ഗോൾ കീപ്പർമാർക്കും എക്സ്പീരിയൻസ് ഒരല്പം കുറവാണ്. അതേസമയം അൽസാബിത്ത്, മുഹമ്മദ് അർബാസ് എന്നിവരെ പോലെയുള്ള യുവ ഗോൾ കീപ്പർമാരും അവിടെയുണ്ട്. ഏതായാലും മിക്കവാറും സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും വരുന്ന സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഉണ്ടാവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.